മീനാക്ഷി ഉപദ്രവിച്ച ആളെ വെറുതെ വിടരുത് മാധവേട്ട. അവൻ അടുത്തിടയ്ക്കൊന്നും പുറത്തിറങ്ങാത്ത വിധം നല്ല കടുത്ത വകുപ്പുകൾ ചുമത്തി അകത്തിട്ടിരിക്കുന്നത്. ഉടനെ ഒന്നും ജാമ്യം പോലും കിട്ടില്ല. അവനെ അകത്താക്കിയല്ലോ, അത് മതി. ഞാൻ നൊന്തുപറ്റ മക്കൾക്ക് പോലും തോന്നാത്ത മനസ്സിലിവ ആ മീനാക്ഷി എന്നോട് കാണിച്ചത്. അവൾക്ക് വേണ്ടി മാധവേട്ടനെങ്കിലും ഇറങ്ങി തിരിച്ചല്ലോ. ഞാൻ മീനാക്ഷി ഒന്ന് വിളിക്കട്ടെ മാധവേട്ട? നീ വിളിക്കണം. അത് മീനാക്ഷിക്ക് ഒരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇപ്പൊ വേണ്ട. ആ വൃത്തികെട്ട അറുമുഖത്തിന്റെ ഒളിസംഗീതത്തിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങി ആ കുട്ടി മാനസികമായി ആകെ തളർന്നിരിക്കുക. ആ കുട്ടി ഒന്ന് റിലാക്സ് ആവട്ടെ, അതിനുശേഷം വിളിച്ചാൽ മതി. അല്ല, അതിനു മുന്നേ നിനക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജഗതയുടെ ഫോണിലേക്ക് വിളിക്ക്. അതായിരിക്കും നല്ലത്. ശരി മാധവേട്ട, ഞാൻ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. എന്നാ അപ്പച്ചിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. ഓ, അപ്പോഴല്ലേ അപ്പച്ചി ഏട്ടത്തിയും കൂടെ ഇങ്ങോട്ട് വന്നേ? സാരയില്ല വന്ദനെ, നീ എന്നോട് അനുവാദം ചോദിച്ചില്ലേലും എനിക്ക് പിണക്കമൊന്നുമില്ല. അല്ല വന്ദനെ, എനിക്കൊരു സംശയം. ഇവിടെ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നേ? അതെന്ത് ചോദ്യ ചേച്ചി? എനിക്കിവിടെ നിങ്ങളൊക്കെ സഹായവും സപ്പോർട്ടും അല്ലേ? രാത്രിയിൽ പോലും അപ്പച്ചി എന്റെ മുറിക്ക് പുറത്ത് കൂടെ കൂടെ വരാറില്ലേ? അല്ല, അത് പിന്നെ ഒന്നും പറയണ്ട. രാത്രിയില് എന്റെ കാൽമുട്ടിനും വേദനയോ മറ്റോ വന്ന് ഞാൻ ബഹളം വെക്കുകയാണെങ്കിൽ അകത്ത് വന്ന് എനിക്ക് മരുന്നും പുരട്ടി തരാനല്ലേ അപ്പച്ചി വരുന്നത്? അതെ, അതിന് തന്നെയാ മോളെ. രാത്രിയിലും അപ്പച്ചിക്ക് എന്നിന്റെ കാൽമുട്ടിന്റെ ചിന്തയേ ഉള്ളൂ. ഇത്രയും കരുതലും സ്നേഹമുള്ള അപ്പച്ചിയെ ഞാൻ ശല്യമായിട്ട് കാണുമോ അപ്പച്ചി? ബുദ്ധിമതി ബുദ്ധിമതി. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ. ദിയമോള് പോയാ പിന്നെ ചിരിയും കളിയും ബഹളം ഒന്നും ഇല്ലല്ലോ. ഈ വീട് ഉറങ്ങിപ്പോ. അതോർക്കുമ്പോഴാ. എനിക്ക് വിഷമമുണ്ടോ? ഉണ്ട് മോളെ. എങ്കിൽ ഞാൻ പോകുന്നില്ല. അയ്യോ, അത് ശരിയാവില്ല. മോൾക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണണ്ടേ? എന്റെ വിഷമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മോളിപ്പൊ തന്നെ പൊക്കോ. വന്ദനമോളെ, അച്ഛനെ അമ്മയൊക്കെ കൂടെ നിന്ന് സ്നേഹിച്ചും ആശ്വസിപ്പിച്ചും ഒക്കെ പതുക്കെ വന്നാ മതി കേട്ടോ. ശരി അപ്പച്ചി. അല്ല, അതിരിക്കട്ടെ, ജഗം വരുന്നില്ലേ? വരുന്നില്ലെന്നാ പറഞ്ഞത്. വരണ്ട, അതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ വ്രതമൊക്കെ തെറ്റും. എന്താ എല്ലാരും കൂടി? അല്ല, ഒരു സംഭവം നടന്നിട്ട് അയൽക്കാരൊന്നും അന്വേഷിച്ചില്ല, കണ്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും പറയരുതല്ലോ. അറുമുഖം പിടിച്ചോണ്ട് പോയിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു? വെളുപ്പങ്കാലത്ത് മീനാക്ഷി ഓട്ടെ വന്ന് ഇറങ്ങുന്നത് കണ്ടല്ലോ. ജഗത ചേച്ചിയും കൂടെ പ്രായമായ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. അയാൾ ആരായിരുന്നു? അയാളെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അത് ജഗദമ്മയുടെ മോള് സുചിത്ര ചേച്ചിയല്ലേ? ആ ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛനായിരുന്നു വന്നത്. അത് ശരി. അറുമുഖം മീനാക്ഷിയെ തൊടുകയോ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തോ? അറുമുഖം തികഞ്ഞ ആഭാസനാ. കാണാൻ വക്കത്തുള്ള മീനാക്ഷിയെ കൈ കിട്ടിയ അയാള് വെറുതെ വിടുവോ? മുതലും പലിശ ഈടാക്കി കാണും, പിന്നല്ലാതെ. അറുമുഖം പേടിപ്പിച്ച സ്ഥിതിക്ക് ലൈസൻസ് ആയല്ലോ.
മീനാക്ഷിക്ക് പണം ഉണ്ടാക്കാൻ ഒരു വഴിയായി. കാണുമില്ല നിങ്ങൾക്കൊക്കെ വിവരംകെട്ട കൂട്ടങ്ങൾ അയൽക്കാരാണത്രേ. ഒരു ആഭാസന് ഒരു പെണ്ണിനെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോയാ അത് അവക്ക് വഴിവിട്ട് ജീവിക്കാനുള്ള ലൈസൻസ് ആണെന്നാണോ? അതാണോ ഇവിടുത്തെ നാട്ടു നടപ്പ്? കഷ്ടം. കണ്ണി ചൊരയിലത്തെ മനുഷ്യര്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലും ഇല്ലേ സഹോദരിമാരും പെൺമക്കളും ഒക്കെ? നാളെ അവർക്ക് ഇത് സംഭവിച്ച അപ്പോഴിതിന് നിങ്ങളൊക്കെ പറയോ? നിർത്തണേ, അധികം ശീലാവധി ചമയണ്ട. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളുണ്ട്. കൂത്തൊഴിഞ്ഞ് സ്വൈരസഞ്ചാരം നടത്തില്ല. സ്വൈരസഞ്ചാരം നടത്തുന്ന എന്റെ ഇഷ്ടമാ. താൻ എന്ത് ചെയ്യടോ? കടക്കണോ പുറത്ത്? മേലിൽ ഇനി ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെ ആട്ടിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. മാനം വിറ്റ് ജീവിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അതിനുള്ള പുറപ്പാടെങ്ങാനും ആണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലും നിന്നെ, പേപ്പട്ടിയെ കൊല്ലും പോലെ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എപ്പോഴും ഇങ്ങനെ ഇവിടെ അഹങ്കാരി. നീ വാ എന്തായാലും.